നുവേനെ കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കാനും അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് സെറ്റാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ലോമ് അവിടെ തന്നെ നിന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ന്യൂയന്റെ കൈയൊന്ന് പൊള്ളിയതും അവിടെ ലോമ കിസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുന്നത്തെ എപ്പിസോഡ്സ് കണ്ടിട്ട് വരാം. ഇനിയും വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കാം. ന്യൂ രാവിലെ തന്നെ ഉറക്കി എണീക്കുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട്, ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാനും പറഞ്ഞ്. വേറെ ആരാ? ലോമ എഴുതി തന്നെയാണ്. അതും കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊന്ന് ചിരിച്ച് നേരെ പോയി നോക്കുമ്പം അവിടെ കുറെ ഫുഡ് ഉണ്ട്. ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പം ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് അതില് ഐസ്ക്രീം ഉണ്ട്. നമ്മുടെ കൊച്ച് ഹാപ്പി ആയിട്ട് അത് എടുക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ ലോമിന് പണിയെടുക്കണല്ലോ. ലോമും സണ്ണും വേറൊരു ചെക്കനും കൂടെ അവിടെ പണിയെടുത്തോണ്ടിരിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് അവന്മാർ രണ്ടും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓരോന്ന് പറഞ്ഞ് തമാശക്ക് അടിപൊളി കൂടിക്കൊണ്ടിരിക്കാണ്. പക്ഷെ നമ്മുടെ ലോമനാണെങ്കിൽ അതിലൊന്നല്ല ശ്രദ്ധ. വീട്ടിലേക്കാണ് നോക്കിയിരിക്കുന്നത്. താൻ കൊടുത്ത ഫുഡ് ഇനുവേ കഴിച്ചോ ഇല്ലയോ, ഇനിയിപ്പോ വേറെ ആരെങ്കിലും കഴിച്ചോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അതോർത്ത് വിഷമിക്കണ്ട, ഉറപ്പായിട്ടും നിന്റെ ഗിഫ്റ്റ് ന്യൂവേക്ക് കിട്ടിയിട്ടുണ്ട്, അത് അവനെ കഴിക്കുള്ളൂ. ഈ സമയത്ത് ഫ്രിഡ്ജ് തുറക്കാൻ വേറെ ആരുമില്ല, അവരാരും ഇവിടെ ഇല്ലാന്ന് സണ്ണ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ന്യൂവേ ആ ഒരു ഐസ്ക്രീം നിന്നുകൊണ്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കുവാണ്. അത് കാണുന്ന നമ്മുടെ ലോമിന് അത്ര ഹാപ്പി. ന്യൂവേ അത് കഴിച്ചിട്ട് അകത്തേക്കുവാണ്. ഈ സമയത്ത് അവന്മാര് ന്യൂ എന്തൊരു കൈൻഡ് ഹാർട്ടിലാണ്. ഇങ്ങനെ വഴക്കിട്ട് മിണ്ടാതിരിക്കുന്ന സമയത്ത് പോലും ലോമ് അവൻ കഴിച്ചിട്ടുണ്ടോന്നായിരിക്കും വിചാരിച്ചോണ്ടിരിക്കുക എന്ന് വിചാരിച്ച് അവനെ ടെൻഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്ന് കഴിച്ചില്ലേ അതിനെ കുറിച്ചൊക്കെ പറയുവാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായത്. ആദ്യം ഞാൻ കണ്ടപ്പോഴും അവൻ എല്ലാവരുടെയും കാര്യത്തില് ഭയങ്കരമായിട്ട് കെയർ ചെയ്യായിരുന്നു, അതും ചിരിച്ചോണ്ട്. അവൻ ചിരിച്ചപ്പം ഞാനും ചിരിച്ചു. എന്നാ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുവാണ്. നമ്മുടെ കൊച്ച് നല്ല കുട്ടിയായിട്ട് നമുക്ക് പണിക്ക് പോവാന്ന് പറയാണ്. അപ്പൊ സണ്ണാണെങ്കില് ഇതാ നോക്ക്, അവരാരും ഇല്ലാത്ത ടൈം ഇപ്പോഴാണ്, ഇപ്പൊ പോയിട്ട് ന്യൂവേന്റെ അടുത്ത് സംസാരിക്കുവാണെങ്കിൽ നടക്കും എന്ന് പറയാണ്. അവന്റെ അടുത്ത് മാത്രം സംസാരിച്ച് ഞാൻ ആ ഒരു പിണക്കം മാറ്റിയിട്ട് കാര്യമില്ല. അവന്റെ ഫാമിലിയും കൂടെ മനസ്സിലാക്കണം എനിക്ക് അവനെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന്. അതുകൊണ്ട് തന്നെ എന്റെ സിൻസിയാരിറ്റി ഞാൻ കാണിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിയിട്ട് ലോമ് പണിയെടുക്കാൻ പോവാണ്. ഇതില് പോകുന്ന കറക്റ്റ് ടൈമിന് ന്യൂയെ പിന്നെയും ആ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ലോമിനെ നോക്കുമ്പം കാണുന്നില്ല. അങ്ങനെ അതിലുള്ള സ്റ്റിക്കി നോട്ടും വായിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുവാണ്. അവരുടെ ആ ഒരു ഓറഞ്ചിന്റെ തോട്ടത്തില് സാധനം എടുക്കാൻ വരുന്ന ആളുടെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ന്യൂയെ വരുന്നുണ്ട്. അങ്ങനെ അയാളുടെ അടുത്ത് സംസാരിച്ച് അയാള് പോകുന്ന സമയത്താണ് നമ്മുടെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാം അങ്ങനെ കാര്യമായിട്ട് ന്യൂവിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു വെഡിങ്ങിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ നീ ഇപ്പൊ കേൾക്കുമെന്ന്. ഇല്ലെന്ന് ന്യൂവേ, നിനക്ക് എന്താ അത്രയ്ക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പം അതിനും ഇല്ലെന്ന് പറയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദേഷ്യം ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂവേനെ ഇവ വിളിച്ചായിരുന്നു. ഇവയും മറയനും തമ്മിലുള്ള റിലേഷൻ 13 വർഷമായിട്ടുണ്ട് എന്നും ലോമും ഇവയും തമ്മിലുള്ള റിലേഷൻ ബ്രദറും സിസ്റ്ററും തമ്മിലുള്ളതാണ്. ഇപ്പോഴും പണ്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇവ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറയനാണെങ്കിലും ന്യൂവേന്റെ അടുത്ത് ലോമിന് വേണ്ടി സംസാരിക്കുന്നു. മറയൻ ന്യൂവേന്റെ അടുത്ത് സംസാരിക്കുമ്പം ലേശം മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ കോൾ കട്ട് ചെയ്തതിന് ശേഷം എന്തുവാ സംസാരിച്ചെന്ന് ഇവ ചോദിക്കുന്നുണ്ടെങ്കിലും അത് സീക്രട്ട് ആണ് എന്ന് അവള്. അങ്ങനെ അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ലോമ് മാരേജ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് എന്ന് ന്യൂയ പറയാണ്. അത് കേൾക്കുമ്പം നമ്മുടെ ലോമിന് അത്രത്തോളം സന്തോഷം. ലോമ ഭയങ്കര ലവോടെ നോക്കുന്നുണ്ടിട്ട് അങ്ങനെ ഒന്നും നോക്കല്ലേ എന്ന് ന്യൂയ. അങ്ങനെ നമ്മുടെ പയ്യന്മാര് പിണക്കവും പരിപ്പും എല്ലാം മാറ്റി വെച്ച് മനസ്സുകൊണ്ട് ഒന്നിച്ചു. ലോമാണെങ്കില് ഐ ലവ് യു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് റൂയു വരാണ്. കുരുത്തം കെട്ടത് കറക്റ്റ് ടൈമിന് വന്നു. ന്യൂ ആണെങ്കില് ആ ഒരു 3 വാക്ക് പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. റൂയു ആണെങ്കില് എന്തോ കാര്യം പറഞ്ഞുകൊണ്ട് ന്യൂവേനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ നിൽക്കുവാണ്. അപ്പൊ ലോമ ന്യൂവേന്റെ കയ്യിൽ പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാണ്. ആ ഒരു പറച്ചിലും ആ ഒരു ചിരിയൊക്കെ കാണുമ്പം ന്യൂവേ ഷെയ്യാവുന്നുണ്ടോ ഇല്ലയോ, ഞാൻ എന്തായാലും ഷെയ്യായി. ന്യൂവേ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ലോമിനെ നോക്കിയിരിക്കുന്ന സമയത്ത് റൂയു നമ്മുടെ കൊച്ചിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ലോമാണെങ്കില് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ലോമിന്റെ വയറകത്ത് നടക്കാണ് അടുത്ത സീനുള്ളത്. ന്യൂവേന്റെ അടുത്തും റൂയുവിന്റെ അടുത്തും
ഇവരുടെ ഒരു ക്ലയന്റ് സംസാരിക്കാണ്. ഒരുപാട് കാലമായിട്ട് അവരിവിടെ നിന്നാണ് ഓറഞ്ചസ് ഒക്കെ എടുക്കുന്നത്. നമ്മുടെ ന്യൂയും നല്ല രീതിക്ക് തന്നെയാണ് അയാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചെക്കനാണെങ്കിൽ ന്യൂയെ എങ്ങനെയെങ്കിലും സെറ്റാക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ലോമിന് ഇഷ്ടപ്പെടൂ. ആ ചെക്കനാണെങ്കിൽ റൂയുവിന്റെ അടുത്തും ഇതേപോലെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. ഒരവസരം കിട്ടുവാണെങ്കിൽ ഞാൻ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചേനൊക്കെ സണ്ണ് പറയുന്നുണ്ട്. ഈ സമയത്ത് ആ ചെക്കനാണെങ്കിൽ ന്യൂവിന്റെ അടുത്ത് ഒരു ഫ്രണ്ട്സ് റെസ്റ്റോറന്റിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സെറ്റാക്കാനുള്ള ശ്രമത്തിലാണ്. അവന്റെ അടുത്ത് ഒരുപാട് കാലമായിട്ടുള്ള ക്ലയന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാരും നല്ല രീതിക്കാണ് പോലും സംസാരിക്കുക. ഓക്കെ എന്നുള്ള രീതിക്ക് ചിരിച്ചുകൊണ്ട് തന്നെ ന്യൂയ പറയുന്നു, എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാന്ന്. അപ്പൊ കൊണ്ട് ആ പരട്ട ചെറുക്കൻ ന്യൂയന്റെ കയ്യിലേക്ക് കയറി പിടിക്കാണ്. ഇത് കാണുന്ന ലോമിനുണ്ടോ ഇഷ്ടപ്പെടുന്നു. ആള് നേരെ ആ കൈ തട്ടി മാറ്റാൻ വരുമ്പോഴേക്കും ന്യൂയുണ്ട് ആ ചെക്കന്റെ കൈ പിടിച്ചങ്ങ് തിരിക്കുന്നു. ഇവിടെ ഞങ്ങള് ഓറഞ്ചസ് ആണ് വിൽക്കുന്നത്, ബോഡിയല്ല. പിന്നെ ആരുടെങ്കിലും ശരീരത്ത് കൈ വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പെർമിഷൻ ചോദിക്കണം എന്ന് പറയാണ്. എന്താലേ ഡയലോഗ്! ആ ഒരു പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് നമ്മളങ്ങ് ഇംപ്രസ് ആയി പോവും. എന്തായാലും ആ ചെറുക്കന് അതോടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജലസി ആയിട്ടുള്ള ലോമിന് അതത്ര പെട്ടെന്ന് അങ്ങ് തീരൂലല്ലോ. ഭയങ്കരമായിട്ട് കുശുമ്പോടെ അവൻ ചോദിക്കാണ്, ഞാൻ നിന്റെ കയ്യില് പിടിച്ചോട്ടേന്ന്. ഇത് ന്യൂവേ നിന്റെ കയ്യില് ഞാൻ ഒന്ന് പിടിച്ചോട്ടേന്ന് ചോദിക്കാണ്. അങ്ങനെ ന്യൂയെ കൈ കൊടുക്കുമ്പം അതിനെ പിടിച്ചു വലിച്ചോണ്ട് അവിടുന്ന് പോകുന്നു. ഇത് കാണുന്ന സണ്ണാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കാണ്. അവിടെ നമ്മുടെ റുയോ നിൽക്കുന്നുണ്ടല്ലോ. എന്റെ ബേബി പേടിച്ചു പോയോ? എന്നാ ബാ എന്നെ കെട്ടിപ്പിടിച്ചു എന്നെ കംഫോർട്ട് ചെയ്തോന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും റുയോ ആണെങ്കിൽ അവന്റെ പാട്ടിന് അവിടെ എങ്ങനെയൊക്കെ ഓടി എസ്കേപ്പ് ആവുന്നുണ്ട്. പാവം നമ്മുടെ സണ്ണ്. ഇവിടെ ന്യൂയെ ലോമിന്റെ അടുത്ത് ചോദിക്കുന്നു, എന്താ നീ ജലസാണോന്ന്? അതേന്ന് ലോമും. ഓഹോ, ജലസാവാനും മാത്രം നീ എപ്പോഴാ ക്വാളിഫൈഡ് ആയേന്ന് ചോദിക്കുന്നേന് അതിനുവേണ്ടിയാ ട്രൈ ചെയ്യുന്നേ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നു, നിന്റെ കയ്യിലൊന്ന് പിടിക്കുന്നത് എത്രത്തോളം നെർവസ് ആണെന്ന് അറിയാവോന്ന് എന്നും പറഞ്ഞ് കൈ പിടിക്കാൻ പറയാണ്. തണുപ്പുണ്ടോന്ന് ചോദിക്കുമ്പം അതെപ്പോഴും നിന്റെ കൈ തണുപ്പ് തന്നെ ആയിരിക്കല്ലോന്ന് ന്യൂയെ. എന്റെ കൈ എപ്പോഴും തണുപ്പൊന്നും ആയിരിക്കില്ല, ഞാൻ നെർവസ് ആവുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ നിൽക്കുമ്പോഴോ മാത്രം ഇങ്ങനെ തണുപ്പാവുള്ളൂന്ന് ലോമ പറയുമ്പം ന്യൂയെ ആലോചിച്ച് നോക്കുകയാണ്. ആദ്യമായിട്ട് ലോമിന്റെ കയ്യില് തൊട്ടപ്പോ മുതല് എപ്പോഴൊക്കെ ന്യൂയെ ലോമിന്റെ കയ്യില് തൊട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ലോമിന്റെ കയ്യ് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ആദ്യം മുതലേ തന്നെ ലോമിന് ന്യൂയേനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ന്യൂയ്ക്ക് മനസ്സിലാവുകയാണ്. അവൻ വിചാരിക്കുന്നത് അന്ന് വാരി വലിച്ച കുറെ ഫാസ്റ്റ് ഫുഡ് തന്നില്ലായിരുന്നോ, ആ സമയത്താണ് എന്നാ അങ്ങനെ തിന്നുന്ന കണ്ടിട്ട് എങ്ങനെയാ ഇഷ്ടം തോന്നിയെന്ന് ചോദിക്കുമ്പം ലോം പറയുന്നു, അപ്പോഴല്ല നിന്നെ ഞാൻ അന്ന് പ്രപ്പായിന്റെ വെഡിങ് അന്നാണ് കണ്ടത്, അന്ന് മുതലേ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാണ്. നിന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നിന്നെ കാണും തോറും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. മാരേജിന് മുന്നേ കുറച്ച് ദിവസമെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ നിന്നെ കുറിച്ച് കൂടുതൽ അറിയും തോറും എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ തോന്നുന്നേയില്ല. മാരേജ് ക്യാൻസൽ ആക്കണം തന്നെയാണ് തോന്നിക്കൊണ്ടിരുന്നത് എന്ന് ലോമ്. അങ്ങനെ രണ്ടുപേരും നോക്കിയിരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ കൈക്ക് തണുപ്പുണ്ടോന്ന് ലോമ ചോദിക്കാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്കും നെർവസ് ആവും, ഓവർ തിങ്ക് ചെയ്യും, ജലസ് ആവും, എനിക്ക് കാമാവാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിൽക്കുമ്പം ഇതാ ഇപ്പോഴത്തെ പോലെ എന്ന് പറയാണ്. നമ്മുടെ കൊച്ചിനാണെങ്കിൽ ഷൈ ആയിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുമ്പം ലോമുണ്ടോ കയ്യെന്ന് വിടുന്നു. അപ്പൊ ഒരു പിച്ച് കൊടുത്തിട്ട് പോവാൻ നിൽക്കുകയാണ്. പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട്, ഇനിയും ഞാൻ നോക്കുമ്പം നിന്റെ കയ്യില് തണുപ്പാണെങ്കിൽ കയ്യില് ഹോട്ട് വാട്ടർ ബാഗ് വെക്കൂന്ന്, അതിനെക്കാട്ടും ബെറ്റർ നിന്റെ കൈയാണെന്ന് ലോമു. കുറച്ച് മാറിന്ന് അവൻ അവന്റെ കയ്യിലേക്ക് പിടിച്ചോണ്ട് ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നു. എന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന കണ്ടിട്ട് അവന്റെ അടുത്ത് തന്നെ ചോദിക്കാണ്, അല്ല ഞാനിതിനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേന്ന്. അതും പറഞ്ഞ് പിന്നെയും 32 കൊല്ലം കാണിച്ച് ചിരിച്ചോണ്ടാണ് നമ്മുടെ കൊച്ചു വെക്കുന്നത്. ഇവിടെ ന്യൂയാന്റെ ഓഫീസിലെ ടീംസ് ഇരിക്കാണ്. ഇമ്മ ന്യൂയാനെ വിളിക്കുന്നുണ്ട്. കോൾ ചെയ്യുമ്പം ഇവന്മാരാണെങ്കിൽ വെറുതെ ഇരുന്ന് ഇമ്മനിട്ട് കളിയാക്കുവാണ്. അങ്ങനെ വെറുതെ തമാശയൊക്കെ കളിച്ചു കഴിഞ്ഞ് ന്യൂയ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പം നമുക്ക് അടുത്ത തന്നെ ഒരു ബ്രദർ ഇൻ ലോനെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഇമ്മ പറയാണ്. അവന്മാരത് ഭയങ്കര ക്യാഷ്വൽ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇമ്മ കുറച്ച് വറീഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വറീഡ് ആവോന്ന് വേണ്ടാന്ന് ഒരുത്തൻ പറയുന്ന സമയത്ത് അടുത്തവനാണെങ്കിൽ ഈ അമ്മ സിംഹം പിള്ളേരെ കുറിച്ച് വറീഡ് ആവുന്ന കണക്ക് എന്തിനാ ഇങ്ങനെ വറീഡ് ആവുന്നത്? നിങ്ങളെപ്പോലെ നോബിളും ബ്യൂട്ടിഫുള്ളും ലക്ഷറിയസും ആയിട്ടുള്ള ഒരു പേഴ്സൺ അമ്മ സിംഹത്തെ പോലെ അല്ലാന്ന് പറഞ്ഞ്
ഭയങ്കരമായിട്ട് പൊക്കിയിട്ട് നേരെ അങ്ങ് കുത്തനെ താഴേക്കിടുവാണ്. സിംഹക്കുട്ടീന്റെ അമ്മേനെ പോലെയല്ല, പാട്ടിക്കുട്ടീന്റെ അമ്മേനെ പോലെയാണെന്ന് പറഞ്ഞിട്ട്. അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മിന് അവന്റെ അടുത്ത് നിന്ന് എന്തൊക്കെ കിട്ടും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇവന്റെ അമ്മേന്റെ അടുത്താണെങ്കിൽ വേറൊരു പ്രശ്നം. ഒരു ആന്റി വന്നിട്ട് ഇവയും മറയനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ച് ഇവർ രണ്ടൊരു റെസ്റ്റോറന്റിൽ പോകുന്ന കണ്ടു. കവളില് കിസ് കൊടുക്കുന്നതൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പോരാത്തേന് അവരെ നെക്ലേസ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടു എന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കാണ്. ഇത് കേൾക്കുന്ന ഇവന്റെ അമ്മയ്ക്ക് എന്തോ ഇഷ്ടപ്പെടുന്നു. എന്നാലും ആ പെണ്ണുങ്ങളടുത്ത് അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഫ്രണ്ട്സ് ആയിരിക്കും, എന്താ ഫ്രണ്ട്സിനെ കവളില് കിസ് ചെയ്തൂടെ, ഗിഫ്റ്റ് മേടിച്ചൂടെ, പോരാത്തന്നെ അവളെ അടുത്ത മാസം മാരേജ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനം മേടിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ആ പെണ്ണുങ്ങളാണെങ്കിലും ഒരു വിധത്തിൽ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഇവന്റെ അമ്മയുണ്ടോ സമ്മതിച്ചു കൊടുക്കുന്നത് ഇവയാണെന്ന്, അവളെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അങ്ങനെ അവര് പോയതിനു ശേഷം ഇവനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോള് എടുക്കുന്നില്ല. തീ കത്തിച്ച് അതിന്റെ മേലെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവന്റെ അമ്മ നിൽക്കുന്നത്, അത്രത്തോളം ടെൻഷനായിട്ട്. ഇവിടെ ലോമ് നുവേന്റെ അടുത്തേക്ക് വന്നിട്ട് കുറച്ചായല്ലോ, അതുകൊണ്ട് തന്നെ വർക്കിന്റെ കാര്യം ഫോൺ വിളിച്ച് സംസാരിക്കാണ്. അപ്പൊ വരുന്ന നുവേ ചോദിക്കുന്നുണ്ട് വർക്കാണോന്ന്. അതെ, ഞാൻ ഇത്രയും ദിവസം ഇതുവരെയും ലീവ് എടുത്തിട്ടേ ഇല്ലാന്ന് ലോമ്. നിനക്ക് വേറെയും വർക്ക് ഉണ്ട് എന്ന് നുവേ പറയാണ്. അങ്ങനെ അടുത്ത സീനില് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്നതാണ് നമ്മള് കാണുന്നത്. നുവേ പുറത്തേക്ക് ഭയങ്കര കാറ്റടിച്ച് ഭയങ്കര ആസ്വദിച്ചിരിക്കുന്ന കണ്ടിട്ട് ലോമ പറയുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് തലയിടരുത്, ഡേഞ്ചറസ് ആണ് എന്ന്. അങ്ങനെ സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടെ പോകുന്നത് ഒരു പൂന്തോട്ടം പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. പക്ഷേ പൂക്കളൊക്കെ കൊഴിഞ്ഞ് മരയ്ക്ക് പൂക്കളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ആ സമയത്ത്. വിഷമിക്കണ്ട, ഇനി അടുത്ത പ്രാവശ്യം നിനക്ക് വരാലോ എന്ന് ലോമ പറയുമ്പം ഒരുമാതിരി അപ്പൊ ലോമ വരത്തില്ലേ എന്നുള്ളൊരു വിഷമത്തില് നുവേ സംസാരിക്കുകയാണ്. അതെന്താ ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ള രീതിക്ക്, നിന്റെ ഫാമിലി എന്നെ നിന്റെ അടുത്തേക്ക് അടുപ്പിച്ചാലല്ലേ വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് ലോമ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് ലോമ പറയാണ്. പറയുന്ന രീതിയൊക്കെ വെച്ച് നോക്കിയപ്പം ഇവര് തമ്മില് പണ്ട് പരിചയമൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പോയി. പക്ഷെ അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല. ലോമ മുന്നേ നടന്ന അവന് 15 വയസ്സുള്ളപ്പോ ഉള്ളൊരു കാര്യം പറയാണ്. ലോമിന് മനസ്സിലായി അവന് ഗേൾസിന്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഇല്ല, താനൊരു ഗേ ആണ്, ബോയ്സിന്റെ അടുത്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. പക്ഷെ അവന്റെ ഫാമിലി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ അതൊന്നും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ലോമും അക്കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കല് ഇവന്റെ ഫാമിലിന്റെ കൂടെ ലോമിന്റെ ഫാമിലി യൂറോപ്പിലേക്ക് പോയി. ആ സമയത്ത് സ്ട്രീറ്റില് 2 പെണ്ണുങ്ങള് കിസ് ചെയ്യുന്നത് ലോമ കണ്ടു. ലോമിന് അവരുടെ അടുത്ത് സംസാരിക്കണമെന്ന് തോന്നിയായിരുന്നു. പക്ഷെ അന്ന് ഇവ ഭയങ്കരമായിട്ട് കരഞ്ഞായിരുന്നു. ബാക്കി ആരും ഇല്ലാത്ത സമയത്ത് ലോമ പോയിട്ട് ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പോൾ അവള് അവനോട് ചോദിച്ചു 2 പെണ്ണുങ്ങള് കിസ് ചെയ്യുന്നത് തെറ്റാണോന്ന്. ഒരിക്കലുമില്ല, 2 ആണുങ്ങൾ എങ്ങനെയാണോ കിസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്, തെറ്റൊന്നും ഇല്ലാന്ന് ലോമും. ഇവയൊരു ലെസ് ആണെന്നും ലോമ ഒരു ഗേ ആണെന്നും അവർക്ക് മനസ്സിലായെങ്കിലും അത് ആരുടെ അടുത്തും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 15 വയസ്സുള്ള ലോമും 13 വയസ്സുള്ള ഇവയും ഒരുമിച്ചിരുന്ന് അവിടെ കരയുവാണ് ചെയ്തത്. ലോമ തന്നെ എന്റെ അടുത്ത് പറയാണ്, നീ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴും എനിക്ക് ചിരി വരും, നിന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ലോമ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് നീ ആ 3 വേർഡ്സ് പറയണം എന്ന് ഞാൻ പറയാണ്. ലോമൻ ഭയങ്കര അടുത്തേക്ക് വന്നിട്ട് ഐ ലവ് യു എന്ന് പറയുന്നു. ആദ്യമായിട്ട് ലോമിന്റെ അടുത്ത് തിരിച്ചു ഇഷ്ടമാണെന്ന് പറയാണ് ലവ് യു ടു എന്ന്. അങ്ങനെ ഈ പയ്യന്മാരെ കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിലെ ആരൊക്കെയോ മുമ്പ് സംസാരിച്ചു പോകുമ്പം അത് ഇന്ററപ്റ്റഡ് ആയി പോവാണ്. നമ്മുടെ കാര്യത്തിൽ ഇനി ആരെയും ശല്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ലോമ അവന്റെ ഷർട്ട് എടുത്ത് മറച്ചു വെച്ച് കിസ് ചെയ്യാണ്. ശേ, അത് കാണാൻ പറ്റില്ലല്ലോ എന്ന് നമുക്ക് ഒരു വിഷമം. ആ ഒരു വിഷമം മനസ്സിലാക്കിയ കണക്ക് ഷർട്ടൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ശല്യം ചെയ്യാൻ ഞാനും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് നുവേയും ലോമിനെ കിസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ 2 പയ്യന്മാരും കൂടെ കിസ് ചെയ്യുന്നതിനെ കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്യുന്നു. സീൻ മാത്രമാണ് കട്ട് ചെയ്യുന്നത്, കിസ്സിങ് അല്ല. കാറിൽ പോയിട്ടും ഭയങ്കരമായിട്ട് കിസ് ചെയ്തോണ്ടിരിക്കാണ്. എനിക്ക് വീട്ടിൽ പോണെന്ന് നുവേ പോവാന്നും പറഞ്ഞ് ലോമ പിന്നെയും കിസ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് എന്നെ നന്നായിട്ട് അറിയില്ലായിരുന്നു എന്ന് നുവേയും, എന്നാ പിന്നെ പഠിപ്പിക്കുന്നു ലോമും. നമ്മുടെ പയ്യന്മാര് രണ്ടും ഫുൾ പവറിലാണ്. അപ്പൊ പിന്നെ വീട്ടിൽ പോയിട്ട് എന്താ നടക്കാന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ പയ്യന്മാർക്ക് നല്ല എനർജി ഉണ്ട് എന്താണ് നമുക്ക് സീൻ കാണുമ്പോ മനസ്സിലാവുന്നത്. എന്റെ പൊന്നേ, അയ്യോ 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 എന്ന അവസ്ഥയായിരിക്കും നമുക്ക്. ഭയങ്കര എനർജിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ബെറ്റ് വരെ വെക്കുന്നുണ്ട്. അങ്ങനെ വലിയ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തളർന്ന് നന്നായിട്ട് ശ്വാസം എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നുവേനെ കുറിച്ച് ഇപ്പൊ എന്തായാലും ലോമിന് കുറെയൊക്കെ കൂടെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും സംഭവം ഭയങ്കര വൈൽഡായിരുന്നു.
പക്ഷെ നമ്മുടെ ലോമ് ഇപ്പോഴും ന്യൂവേനെ ന്യൂവേൻ തന്നെയാണ് വിളിക്കുന്നത്. ഒരു നിക് നെയിം ഒക്കെ വെച്ച് വിളിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ന്യൂയെ വിളിക്കുമ്പം കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിലേ നല്ലത് എന്ന് ലോം. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ന്യൂയ പറയാണ് ലോമിനെ ഇനി മുതല് പി ലോം എന്ന് വിളിക്കാന്ന്. പി ഫീ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തായില് ചേട്ടൻ അല്ലെങ്കിൽ മുതിർന്നവരാണ്, അതും ആണുങ്ങളെയാണ് അങ്ങനെ വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. നമുക്കൊക്കെ ഇത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണ്. ഓക്കെ, പ്രത്യേകിച്ചും ബി എൽ ഫാൻസിന് പി ഗണ്ണ്, പി പായി, പി പായു, പി ലോമ്, അങ്ങനെ ETC ഓക്കെ കുറെ ഉണ്ട്. അപ്പൊ ഇത് മറക്കണ്ട. ബോയ്സിനെ മാത്രമല്ല ഗേൾസിനെ ആണെങ്കിലും, അതായത് മൂത്തവരെ വിളിക്കുന്നതാണ് പി എന്ന് കൂട്ടിയിട്ട്. മറൈനെ കൊണ്ട് പി ഇവാൻ എന്തുകൊണ്ടാണ് ഇവ വിളിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായെന്ന് ലോം പറയുന്നു. അതേപോലെ തന്നെ ന്യൂയെ പറയാണ് ഇവരുടെ ആ ഒരു സീക്രട്ട് ഉണ്ടല്ലോ, മാരേജുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സീക്രട്ട്, ഇവര് ഗേ ആണ് അല്ലെങ്കിൽ ലെസ് ആണ് എന്നുള്ള ആ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന്. ഇത് കേൾക്കുമ്പം ലോമിന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാണ്. അപ്പൊ ഇവനെ മാരേജ് ചെയ്തോളാനാണോ നീ പറയുന്നതെന്നുള്ള രീതിക്ക് നീ ഉദ്ദേശിക്കുന്നതെന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ന്യൂ ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് ഇരിക്കുന്നതിന് ലോമിന് അത്രത്തോളം സന്തോഷമുണ്ട്. പാവം അവിടെ കരഞ്ഞുവാണ്. ഇങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിന് കിട്ടാനും വേണം യോഗം. മറൈനെ കാണാൻ വേണ്ടിയിട്ട് ഇവന്റെ അമ്മ വരുന്നുണ്ട്. മറൈനും ഇവയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോസ് മൊത്തം അവളുടെ മേത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇവയായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറയാണ്. പറ്റത്തില്ലെന്ന് മറൈനും. നീ കാരണമാണ് അവൾ ഇങ്ങനെയായത്, നിന്നെ കണ്ടതിന് ശേഷമാണ് അവൾ ഇങ്ങനെയായത്, ഇങ്ങനത്തെ മോശപ്പെട്ട കാര്യത്തെ കുറിച്ച് എന്നെ കൊണ്ട് പറയിക്കരുത് എന്നൊക്കെ അമ്മ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇവരെന്തോ വലിയ തെറ്റ് ചെയ്യുന്ന കണക്ക്. ഇവയ്ക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള, കാണാനും സ്റ്റാറ്റസിലും എല്ലാ കാര്യത്തിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനെയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്, ലോമ്. പ്രത്യേകിച്ചും അവനൊരാണാണെന്നൊക്കെ പറയാണ്. ഇവ എത്രത്തോളം വിഷമത്തിലാണെന്ന് നിങ്ങൾക്കറിയാവോ? അവള് ഹാപ്പിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ മറൈൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവക്ക് ബെസ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് കൊടുക്കുന്നതെന്നാണ് ഇവന്റെ അമ്മേന്റെ അഭിപ്രായം. എനിക്ക് എന്റെ മോളെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞ് മറൈന്റെ ചെള്ളക്ക് തന്നെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. പാരന്റ്സ് എപ്പോഴും മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുക, കൊടുക്കുകയും ചെയ്യാം. പക്ഷേ അവരതുകൊണ്ട് ഹാപ്പിയാണോ എന്നുള്ള കാര്യം ചിന്തിക്കാത്തപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. മറൈന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. മുഖത്ത് അടിയും കൂടെ കിട്ടുമ്പം വാതിലടച്ച് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയാണ്. ഇവയായിട്ട് നീ ബ്രേക്കപ്പ് ചെയ്തേ പറ്റൂ, എന്തായാലും ലോമിനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കുന്നു പറഞ്ഞിട്ടാണ് ഇവന്റെ അമ്മ അവിടുന്ന് പോകുന്നത്. അടുത്ത സീനില് മറൈൻ ഭയങ്കര ടെൻഷനായിട്ട് വറീഡ് ആയിക്കൊണ്ട് മറൈനും അവളും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. നോക്കുമ്പം മറൈൻ അവിടെ ഉറങ്ങുവാണ്. അവളുടെ മുഖത്തിലേക്ക് കൈവച്ച് ചുണ്ടിലൊന്ന് കിസ് ചെയ്യുമ്പോഴേക്കും മറൈൻ എണീക്കുന്നു. നീ എന്തിനാ എന്നെ കിസ് ചെയ്തത്, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്നുള്ള രീതിക്കാണ് മറൈൻ സംസാരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും എന്നെ കൊണ്ട് നിന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവയും പറയുന്നു. അങ്ങനെ അവര് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. എന്തൊക്കെയായാലും അത് നിന്റെ അമ്മയാണ്, നിനക്ക് എന്നെ വേണ്ടെന്ന് നോക്കാം, പക്ഷെ അമ്മേനെ അങ്ങനെ പറ്റത്തില്ലല്ലോ എന്നൊക്കെ മറൈൻ പറയാണ്. എന്നെ കൊണ്ട് നിന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവയും. അങ്ങനെ അവര് തമ്മില് ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്നില്ല. അടുത്ത സീനില് നമ്മുടെ പയ്യന്മാര് തിരിച്ച് ബാങ്കോക്കിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുവാണ്. ടൈം കിട്ടുമ്പോ ഇങ്ങോട്ടേക്ക് വരാൻ അമ്മ പറയുമ്പം അമ്മേനോട് അവന്റെ കൂടെ ബാങ്കോക്കിലേക്ക് വരാൻ ന്യൂയ പറയാണ്. അപ്പൊ പിന്നെ അച്ഛനെ ആര് നോക്കൂന്ന് അമ്മ പിന്നെ നമ്മുടെ പയ്യന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്. അഥവാ ലോമിന്റെ ഫാമിലി അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പ്രത്യേകിച്ച് ലോമിന്റെ അടുത്ത് അമ്മ പറയുന്നുണ്ട്. സണ്ണാണെങ്കില് ഇതാ റുയുവിന് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് തട്ടിക്കൊണ്ടിരിക്കാണ്. പായത്തിനാണ് റുയുവിന്റെ അടുത്തുനിന്ന് സണ്ണിന് അടി കിട്ടാത്തത്. ലോമിന്റെ അടുത്ത് പറയുന്നത് ന്യൂയാനെ നന്നായിട്ട് നോക്കിക്കോണം എന്നാണ്. സണ്ണും ലോമും ഭയങ്കര കമ്പനിയായല്ലോ, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് സണ്ണും പറയുന്നുണ്ട്. വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ട് ബാങ്കോക്കിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കാണാന്നൊക്കെ പറഞ്ഞ് ഇവരെ പിരിയാണ്. പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ആദ്യത്തെ സീനിൽ തന്നെ കാണുന്നത് ലോമിന്റെയും ഇവേന്റെയും വെഡിങ്ങിന്റെ ഫോട്ടോയാണ്. പോരാത്തതിന് നമ്മുടെ കല്യാണ സെക്കൻഡ് ആണെങ്കിൽ റെഡിയായിട്ട് പക്കായിട്ട് നിൽക്കുവാണ്. ന്യൂയാണെങ്കിൽ വന്നിട്ട് അവന്റെ ഹാൻഡ്സും ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോമിനാണെങ്കിൽ കുറച്ച് വിഷമത്തോടെ ന്യൂയെന്ന് വിളിക്കാണ്. വേണ്ട, സോറി പറയണ്ട, ലേശം അപ്സെറ്റ് ആയേക്കാം, പക്ഷെ എനിക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും എന്ന് ന്യൂയെ. ലോമാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രം പറയരുത്, നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്നലെ നൈറ്റ് മൊത്തം ഞാൻ അവിടെ സ്റ്റേജ് റെഡിയാക്കുമായിരുന്നു. കേക്ക്, ഫ്ലവേഴ്സ് മുതല് എല്ലാ കാര്യങ്ങളും ഞാൻ അത്രത്തോളം എഫോർട്ട് ഇട്ടാണ് ചെയ്തത്, അതുകൊണ്ട് നീ കെട്ടിയേ പറ്റൂ എന്ന് ന്യൂയെ. ലോമാണെങ്കിൽ ന്യൂന്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഒളിച്ചോടി പോവാന്നാണ്.
അതൊന്നും നടക്കത്തില്ല, നീ ഇപ്പൊ കെട്ടിയേ പറ്റൂ, നിന്റെ ബെസ്റ്റ് എന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പയ്യന്മാരെ ഭയങ്കര ക്യൂട്ടായിട്ട് കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കറക്റ്റ് ആയിട്ട് ന്യൂന്റെ കൊളീഗ് വരികയാണ്. ഇവന്റെ പേര് ഞാൻ മറന്നുപോയി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തേക്ക്. അവൻ വന്നിട്ട് പറയുന്നത് ബ്രൈഡ് അഥവാ നമ്മുടെ ഇവേനെ കാണുന്നില്ല എന്നാണ്. ഇത് കേട്ടാ ഞാനും എന്ന് ചോദിച്ചോലെ തന്നെ ന്യൂയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാർ രണ്ടും ഭയങ്കര ഷോക്കിൽ നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. പക്ഷെ തീർന്നിട്ടില്ല, ഒരു എപ്പിലോഗും കൂടി ഉണ്ട്. ന്യൂയും ലോമും കൂടെ ഒരു പൂക്കളുള്ള സ്ഥലത്ത് പോയായിരുന്നല്ലോ. ആ സമയത്ത് ലോം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേയും ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചതാണ് ഇവര് തമ്മിലൊരു പാസ്റ്റ് ഉണ്ടെന്ന്. ലോമ വിഷമിച്ചിരിക്കുമ്പം അങ്ങോട്ടേക്ക് വരുന്ന ന്യൂയെ അവനെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂടെ തന്നെ അവിടുന്ന് ഒരു പൂ പറിച്ചു കൊടുത്തിട്ട് നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിഷൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ന്യൂന്റെ അമ്മ വിളിച്ചിട്ട് അവിടുന്ന് പോവാണ്. കുട്ടി ലോമ കുട്ടി ന്യൂയെ കൊടുത്ത ആ ഒരു ഫ്ലവർ നോക്കിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് കൈവച്ച് ഇതെന്ത് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇവയ്ക്കും ലോമനും വേണ്ടിയിട്ട് വെഡിങ് ആണല്ലോ. അപ്പൊ അതിന്റേതായ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ലോമിന്റെ അമ്മേന്റെ അടുത്ത് ഒരു ലേഡി വന്ന് സംസാരിക്കുന്നു. ലോമ ഇവയും ആദ്യം വെഡിങ് അവരുടെ വീട്ടിൽ തന്നെ വെച്ച് നടത്താമെന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഇപ്പൊ ഇത് ഇങ്ങനെ വേറെ ആയിട്ട് നടത്തുവാണല്ലോ. അതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. നമുക്കതിന്റെ റീസൺ അറിയാം ന്യൂയാണെന്ന്, പക്ഷെ അവർക്കറിയില്ലല്ലോ. അങ്ങനെ വരുന്ന ഗസ്റ്റിനോടൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇമ്മ വന്നിട്ട് ഇവനെ കാണുന്നില്ല എന്ന് പറയുന്നത്. ഇമ്മ രഹസ്യമായിട്ട് ചെവിയിലാണ് പറയുന്നെങ്കിലും ഇത് കേട്ട് ഷോക്കില് ലോമിന്റെ അമ്മ എന്ത് കാണുന്നില്ലേന്ന് ഒച്ചയിൽ പറഞ്ഞു പോവാണ്. ഇവിടെ ഇപ്പുറത്ത് ഇവന്റെ അമ്മേന്റെ അടുത്തും ഇവനെ കാണുന്നില്ല എന്നുള്ള കാര്യം വന്ന് പറയുന്നുണ്ട്. അവള് നിന്നിരുന്ന ഹോട്ടലില് അവളെ ഇപ്പൊ കാണാനില്ലാന്ന്. സത്യം പറഞ്ഞാല് മേക്കപ്പ് ആർട്ടിസ്റ്റും അവരിവരൊക്കെ അവളുടെ കൂടെയാണ് വേണ്ടത്. പക്ഷെ അവരവളുടെ കൂടെ ഇല്ലായിരുന്നു. നൈറ്റ് എവിടെയോ പോയതാണ് എന്നാണ് അറിഞ്ഞത്. വാലുമേ തീ പിടിച്ചണക്ക് ഇവന്റെ അമ്മ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലോമിന്റെ അമ്മയും കൂടെ വരികയാണ്. ഇവര് തമ്മിലാണെങ്കില് കയ്യാൻ കളിയാവുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുവാണ്. ഇമ്മൻ ജോമോ ഒക്കെ അവരെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലോമും ന്യൂയും കൂടെ വരുന്നത്. ലോം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് നിർത്തോ കാമാവോന്ന് ചോദിച്ചു വന്ന് ഇവ അങ്ങനെ ഒളിച്ചോടി പോയി എന്നൊക്കെ അറിയുന്ന ലോമിനാണെങ്കില് ആകെപ്പാടെ അങ്ങനെ ഷോക്കായി പോവാണ്. ഇവ ഉണ്ടായിരുന്ന ഹോട്ടൽ റൂം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു ലെറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഐം സോറി അമ്മ, ഞാൻ അബ്രോഡിലേക്ക് പോവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് മറൈനെയാണ്. അവളുടെ കൂടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവളാണ് എന്റെ ഹാപ്പിനെസ്. അമ്മയ്ക്ക് നല്ലൊരു മോളായിട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അതിന്റെ അടുത്ത് ക്ഷമിക്കണം. അതുപോലെ ലോമിന്റെ അടുത്തും നിങ്ങൾക്ക് നല്ലൊരാളെ തന്നെ കിട്ടും, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാള് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡയലോഗ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ വായിക്കുന്ന ലോമിന്റെ ആണെങ്കിലും ഇവന്റെ ആണെങ്കിലും അമ്മമാർക്കാണെങ്കിൽ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചേക്കുന്നുണ്ട്. അതിന്റെ അപ്പുറമാണ് ലോമ്. തീരെ പ്രതീക്ഷിക്കാത്തോണ്ട് തന്നെ എല്ലാരോടും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം ആകെപ്പാടെ തകർന്ന് പറയുന്നു. ന്യൂയും അവിടെ ഉള്ളവരെല്ലാരെയും കൂട്ടിയിട്ട് പുറത്തേക്കുമാണ്. എല്ലാരും പോയി കഴിഞ്ഞതും ലോമ ഇപ്പൊ കിടന്ന് തുള്ളിച്ചാടുന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒറിജിനലി ലോമ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ ഹാളിലേക്ക് കല്യാണത്തിന് വന്ന എല്ലാരും ഉള്ളിടത്തേക്ക് ഇവന്റെ അമ്മയും ലോമിന്റെ അമ്മയും കൂടെ വരുവാണ്. ഇതെല്ലാം നിന്റെ മോള് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ലോമിന്റെ അമ്മ ചൂടാവുമ്പം ഇവന്റെ അമ്മയാണെങ്കിൽ തീരെ വിട്ടുകൊടുക്കാണ്ട് തിരിച്ചും പറയുന്നു നിന്റെ മോള് ഒരു പെണ്ണിന്റെ കൂടെയാണ് പോയത്. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്റെ മോൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെണ്ണിനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലോമിന്റെ അമ്മയും വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ ഇവന്റെ അമ്മയും ലോമിന്റെ അമ്മയും കൂടെ കയ്യാൻ കളിയിലേക്കും പോകുന്നുണ്ട്. ആ സമയത്ത് ഇമ്മും ജോമോക്ക് കൂടെ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും ആവശ്യത്തിന് കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടമ്മമാരുടെയും വഴക്ക് തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്മും ജോമും ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു സീനോടെ കട്ട് ചെയ്ത് അടുത്ത സീനില് ഇമ്മും ന്യൂയും കൂടെ വന്ന ഗസ്റ്റിന്റെ അടുത്തൊക്കെ സോറി പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഈ സമയത്ത് ഇമ്മ ന്യൂന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് മുന്നേ തന്നെ ലോമിന് അറിയായിരുന്നോന്ന്. ഇല്ല, കണ്ടിട്ട് അറിയാത്തണക്കാണെന്ന് ന്യൂയും. എന്തായാലും കല്യാണത്തിന്റെ അന്ന് തന്നെ പോയത് കഷ്ടമായി പോയി. ആ പാരന്റ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇമ്മ സംസാരിക്കുമ്പം നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയെന്ന് ന്യൂയെ ചോദിക്കുന്നു. ന്യൂയാണെങ്കിൽ പ്രത്യേക രീതിക്ക് ഒന്നിച്ചിരിക്കുന്നുണ്ട്. അടുത്ത സീനില് ന്യൂയും ലോമും കൂടെ സംസാരിക്കാണ്. ലോമ ഭയങ്കര വിഷമത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയി പോയി എന്നാണ് എല്ലാരും വിചാരിച്ചത്. ഇതറിയുന്ന ലോമാണെങ്കിൽ പൂരം ചിരിയാണ്. എന്നാലും ആള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും അതേ അഭിപ്രായം. പക്ഷെ ലോമിന് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട് എന്ന് അവനല്ലേ അറിയുള്ളൂ.
നമ്മുടെ ചെക്കനാണെങ്കിൽ നുവേനെയും കൂട്ടിയിട്ട് ഓടിപ്പോവാൻ നിന്നെയാണ്. ഒന്നാലോചിച്ച് നോക്ക്, ഇന്നലെ രാത്രി അവർ രണ്ടും പോയി, ഇവയും മറയനും കൂടെ. ഇന്ന് രാവിലെ ഇവന്മാർ രണ്ടും കൂടെ പോയിരുന്നെങ്കിലോ അടിപൊളിയായേനെ. ലോമിന് വേണ്ടിയിട്ട് ഇവ വേറൊരു ലെറ്റർ വെച്ചിട്ടുണ്ട്. അതില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കല്യാണം കഴിയുന്ന ഫസ്റ്റ് നൈറ്റിന്റെ ആ സമയത്ത് ഒളിച്ചോടി പോവാനായിരുന്നു ഇവ തീരുമാനിച്ചത്. പക്ഷെ ഇന്ന് നേരത്തെ തന്നെ പോയല്ലോ. ആ ഒരു ലെറ്റർ കണ്ടിട്ട് നുവേ ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോ ഇത് നേരത്തെ തന്നെ അറിയായിരുന്നോന്ന്? ഇല്ലെന്ന് ലോമ്. അങ്ങനെ ഇവര് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവയും മറയും വീഡിയോ കോൾ ചെയ്യുന്നത്. അവരിപ്പോ ഉള്ളത് സിംഗപ്പൂരിലാണ്. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഇംഗ്ലണ്ടിലേക്ക് പോകും. ഇവയ്ക്ക് അവിടെ ഒരു ജോബ് സെറ്റ് ആയിട്ടുണ്ട്. മറയിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ മറയിൻ കൂടുതലായിട്ടും ട്രാൻസ്ലേറ്റർ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഏകദേശം ലൈഫ് മൊത്തം സെറ്റ്. ഇവ ഇങ്ങനെ ഓടിപ്പോയതിന്റെ കാരണം എല്ലാരും ഇവനെ കുറിച്ചല്ലേ മോശമായിട്ട് സംസാരിക്കുള്ളൂ. പോരാത്തിന് കുറെ കാലത്തേക്ക് ലോമിന്റെ അമ്മ അവന്റെ അടുത്ത് കല്യാണത്തെ കുറിച്ച് പറയത്തില്ല. അതുകൊണ്ട് തന്നെ ലോമിന് കുറച്ചു കാലത്തേക്ക് ഫ്രീ ആയിട്ടിരിക്കാം. മറൈൻ്റെ ഇവന്റെയും വെഡിങ് ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് നുവേ പറയുമ്പം നുവേന്റെ അടുത്ത് അവര് ചോദിക്കാണ് അവരുടെ വെഡിങ് പ്ലാനർ ആയിട്ട് ഇരിക്കാവോന്ന്. ഉറപ്പായിട്ടും ഞങ്ങളുടെ കമ്പനി എവിടെയാണെങ്കിലും മാരേജ് സെറ്റ് ആക്കി നടത്തി തരും എന്ന് നുവേയും. അങ്ങനെ പരസ്പരം വിഷ് ചെയ്തിട്ട് കോള് കട്ട് ചെയ്യുന്നു. ജലസാവാന് മാത്രം നീ ക്വാളിഫൈഡ് ആയിട്ടില്ലാന്ന് നുവേ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇപ്പം എനിക്ക് ജലസാവാൻ പറ്റുമോന്ന് ലോമ ചോദിക്കാണ്. ഇപ്പൊ പറ്റുമല്ലോന്ന് നുവേയും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ലോമ എണീറ്റ് അവന്റെ കോട്ടൊക്കെ എടുത്തിരുന്നു. അതൊരു പ്രത്യേക സ്റ്റൈൽ തന്നെയാണ്. അങ്ങനെയേ നമ്മുടെ പയ്യൻ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് നുവേക്ക് നേരെ കൈ നീട്ടുവാണ്, പിടിച്ചു എന്നുള്ള രീതിക്ക്. ലോമ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് ചിരിക്കുന്നുണ്ടിട്ട് നുവേ പറയാണ്, കല്യാണ പെണ്ണ് ഇട്ടിട്ട് പോയാ കല്യാണ ചെക്കനൊക്കെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ വിഷമത്തിൽ വേണം നിക്കാനെന്ന്. എന്നെ കൊണ്ട് ചിരിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല, ഇതിലും കൂടുതൽ വേണമെങ്കിൽ ചിരിക്കാം എന്നുള്ള രീതിക്കാണ് ലോമ നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ പോവാം എന്നാ ലോമ. എന്താ കഴിക്കാന്ന് ചോദിക്കുമ്പം നുവേയും എന്തോ ഒരു ഡിഷ് പറയുന്നുണ്ട്. അങ്ങനെ പയ്യന്മാരും ഭയങ്കര ഹാപ്പി ആയിട്ട് കൈയും പിടിച്ച് തുള്ളിച്ചാടി പോകുന്നതും കാണിച്ച് ആ ഒരു സിനോടെ കട്ട് ചെയ്യാണ്. ഇവിടെ ലോമിന്റെ ഓഫീസില് എല്ലാരും ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരെ കഥകളെല്ലാം വളച്ചൊടിക്കൂന്ന് നമുക്കറിയാലോ. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതേതോ പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയി. അതോള് പ്രഗ്നന്റ് ആയിരുന്നു. അവൻ ലോമ് 13 വർഷമായിട്ട് സ്നേഹിച്ചിട്ട് ഈ ഒരു അവസ്ഥയായി, ഹാർട്ട് ബ്രോക്കൺ ആയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറിന്റെ കൂടെ ആരൊക്കെയോ നിന്ന് ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർക്കാണെങ്കിലും അവൻ ലോമിന്റെ അവസ്ഥ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമാണ്. കാരണം അവൻ ഡ്രങ്ക് ചെയ്യുന്നു, ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്, അങ്ങനെയൊക്കെയാണ് അറിവ് കിട്ടിയത്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലോമ വരുന്നത്. ആളെ കാണാനും അങ്ങനെ തന്നെയാണ്. സാധാരണയായിട്ട് ഇൻസൈഡ് ചെയ്ത് മുടിയൊക്കെ നല്ല സ്റ്റൈലില് ചീകി ഒക്കെയല്ലേ വരിക. ഇതൊരുമാതിരി ആകപ്പെടെ കോലം കെട്ട് ഉറങ്ങാറോലും ഇല്ലാത്ത കണക്കാണ് വരുന്നത്. ഭയങ്കര സാഡായിട്ട് പോയി ഓഫീസിലിരിക്കുന്നു. അങ്ങോട്ടേക്ക് അവന്റെ അസിസ്റ്റന്റ് വരുന്ന സമയത്ത് കരയുന്നോലൊക്കെ കാണിക്കാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്കിന്റെ ചിരി അടക്കാൻ പറ്റുന്നില്ല. പൊട്ടി പൊട്ടി കിടന്ന് ചിരിക്കുമായിരുന്നു. 10 വർഷമായിട്ട് സ്നേഹിച്ച പെണ്ണ് പോയതുകൊണ്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, എപ്പോഴും കുടിച്ചടക്കാണ്, ഹാർട്ട് ബ്രോക്കൺ ആണ് എന്നൊക്കെയാണല്ലോ എല്ലാരും വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പെണ്ണും പുറത്തേക്കുന്ന പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ലോമിന്റെ അവസ്ഥ കഷ്ടം തന്നെയാണ്, നോക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് അവൻ കരയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാവപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാണ്. ആ സമയത്താണ് ലോമ അങ്ങോട്ടേക്ക് വരുന്നത്. ആളാണെങ്കിലും ഭയങ്കര വിഷമത്തില്. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി, ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പോവാണ്. പാവ സെക്യൂരിറ്റിക്ക് ആണെങ്കിൽ അതിലും വിഷമം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളെപ്പോഴും ഉണ്ടാവും സപ്പോർട്ടിന് എന്ന് അദ്ദേഹം പറയാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താ കാര്യം, അവള് പോയില്ലേ എന്നൊക്കെ പറഞ്ഞു ഇവനാണെങ്കിൽ ഒടുക്കത്തെ അഭിനയം. വീട്ടിലേക്ക് ചെല്ലുമ്പം അമ്മയാണെങ്കില് അതിന്റെ അപ്പുറം. കഴിച്ചോന്ന് ചോദിക്കുമ്പം വിശക്കുന്നില്ലെന്ന് ലോമ്. 13 വർഷമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണ് പെട്ടെന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മ പരമാവധി ലോമനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ ഒരുപാട് പെണ്ണുണ്ടല്ലോ, വേറെ ആരെങ്കിലും നോക്കാന്നുള്ള രീതിക്ക് അമ്മ പറയുന്ന സമയത്ത് ഇവനെ അല്ലാണ്ട് വേറെ ആരെയും ഞാൻ നോക്കത്തില്ല എന്നാണ് ലോന്ന് പറയുന്നത്. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ നമ്മ പറയുമ്പം ഒരാളെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ എന്ന് അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. ഇവനെയാണ് ഞാൻ ലവ് ചെയ്യുന്നത്. എന്റെ ലൈഫിലെ ഒരേ ഒരു പ്രണയം അവളായിരിക്കും, വേറെ ആരെയും ഞാൻ സ്നേഹിക്കത്തില്ല. അമ്മേന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇവനെ അല്ലാണ്ട് വേറെ ആരെയും ഞാൻ മാരേജ് ചെയ്യത്തില്ല, വേറെ ഒരു പെണ്ണിനെയും ഞാൻ മാരേജ് ചെയ്യത്തില്ല എന്ന് പിന്നെയും പറയാണ്. അല്ലേലും ലോമ് പയ്യനെയല്ലേ മാരേജ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പെണ്ണിനെ മാരേജ് ചെയ്യത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നു.
ഇവൻ റൂമിലേക്ക് പോവാണെന്ന് പറയുമ്പം എന്തിനാന്ന് ചോദിക്കുന്നതിന് വേറെന്തിനാ, കള്ളുടിക്കാൻ തന്നെയാണ്. എല്ലാരും ഈ ഒരു സമയത്ത് അതല്ലേ ചെയ്യാന്ന് ഒരു ഡയലോഗും കൂടെ. നമ്മുടെ സെക്കൻഡ് കോലൊക്കെ കണ്ടാലും പറയും ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ് എന്ന്. ഭയങ്കര അഭിനയാണെന്ന് മാത്രല്ല സൂപ്പർ ക്യൂട്ടും കൂടെയാണ്. ഭയങ്കര മുടിയൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇനി വേറെ ആരെയും സ്നേഹിക്കത്തില്ല കെട്ടത്തില്ല എന്നൊക്കെ മോൻ പറയുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തൊരു ഹേർട്ടാവും. തന്റെ മോൻ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇവന്റെ അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഇവനെ രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. ലോമിന് ആരുടെയെങ്കിലും എടുത്ത് ഇഷ്ടം തോന്നിയാൽ മതിയായിരുന്നു. അതാരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ആരാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും സംഭവം അമ്മേന്റെ വായും കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സീനില് ലോമും ന്യൂയും കൂടെ ഇരിക്കാണ്. ലോമ് കുടിക്കുവാണ്. ന്യൂയ ആണെങ്കില് എന്താ മോനെ ഒരു അഭിനയം എന്നുള്ള രീതിക്കാണ് നിക്കുന്നത്. അപ്പോഴാണ് ലോമ് എല്ലാത്തിനും ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വരുത്തിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ആള് കാറിലിരുന്ന് ഡ്രിങ്ക്സ് എടുത്ത് അതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് അതുകൊണ്ട് മേത്ത് മൊത്തം സ്പ്രേ ചെയ്തിട്ട് ആകെപ്പാടെ കുടിച്ചണക്ക് ലക്കായിട്ട് ഓഫീസിലേക്ക് കയറി പോകുന്നു. ഓഫീസിൽ നിന്ന് നല്ല രീതിക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് അസിസ്റ്റന്റ് അകത്തേക്ക് വരുന്ന കാര്യം പറയുന്നത്. അത് കേട്ടതും ബുക്കും കാര്യങ്ങളും എല്ലായിടത്തും മാറ്റി വെച്ച് കണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് കറക്റ്റ് അവള് വരുന്ന സമയത്ത് കരയുന്നണക്ക് കണ്ണൊക്കെ തുടച്ച് ഭയങ്കര സാഡായിട്ടിരിക്കുന്നു. എന്തൊക്കെ അഭിനയാലേ. ഇതൊക്കെ കേട്ടിട്ട് പവൻ ന്യൂയാണെങ്കില് ഓസ്കാർ കൊടുക്കണം എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. പുറമേന്ന് എല്ലാരും കാണുമ്പോ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഇരിക്കുന്ന ലോമ് എന്തിനാ ഫുഡ് കഴിക്കാണ്ട് ഉറങ്ങാണ്ട് കള്ളു കുടിച്ച് ഫുൾ ടൈം ഷോക്ക് അടിച്ച് നടക്കുന്ന ലോമ്. പക്ഷെ നമ്മുടെ ന്യൂയെ കാണുന്നതോ എല്ലാം നേരെ തിരിച്ച് നന്നായിട്ട് ഫുഡ് കഴിച്ച് നന്നായിട്ട് ഉറങ്ങി. ഇതാ കണ്ടില്ലേ ന്യൂയെ നോക്കിയിട്ട് പല്ല് മൊത്തം കാണിച്ച് ചിരിക്കുന്ന നടക്കുള്ള ലോമിനി. പോരാത്തതിന് ഫ്ലേട്ടിങ്ങിനാണെങ്കില് ഒരു കുറവുമില്ല, ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ട് ഫ്ലേട്ട് ചെയ്ത് കിസ് ചെയ്യാനെന്നോണം രണ്ടുപേരും അടുത്തേക്ക് വരുന്നുണ്ട്. ന്യൂ ആണെങ്കിലും കിസ് ചെയ്യാൻ പോകുന്ന നടക്കുന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. നന്നായിട്ടിരുന്ന് ആക്കുന്നുണ്ട്. ഹാർട്ട് ബ്രോക്കൺ ആയ ആള് കുറച്ചും കൂടെ സാഡ് ആവണമെന്ന് പറയുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇത്രയും സാഡായത് പോരെന്ന് പറഞ്ഞ ഭയങ്കര സാഡായിട്ടുള്ള ഫീസ് വെച്ചോണ്ടിരിക്കാണ്. അപ്പൊ ന്യൂയാണെങ്കിൽ ലോമിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് മതി ഇത് തന്നെ ധാരാളാണെന്നും പറഞ്ഞ് നിൽക്കുവാണ്. ഞാൻ ഇത്രയും ഹാർട്ട് ബ്രോക്കൺ ആയതുകൊണ്ട് നിന്റെ റൂമിലെ വന്ന് സ്റ്റേ ചെയ്തോട്ടേന്ന് ലോമ്. ഓഹോ അത്രയ്ക്കൊക്കെ ഹാർട്ട് ബ്രോക്കൺ ആണോ എന്ന് ചോദിക്കുമ്പം അത് നിനക്ക് എന്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേന്ന് ലോമ് ചോദിക്കാണ്. നന്നായിട്ടൊന്ന് നോക്കിയിട്ട് ശരിയാണ് എന്നുള്ള രീതിക്ക് നിന്ന് ന്യൂയ പറയാണ്. പിന്നെ കണ്ടാലും പറയും മൊത്തം കള്ളത്തിലാണ്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ കൂടെ ഇന്ന് കഴിച്ചില്ലെങ്കില് എനിക്ക് വിശക്കത്തില്ല, നിന്റെ കൂടെ കടന്നില്ലെങ്കില് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, നിന്നെ കണ്ടില്ലെങ്കില് ഫുൾ ഡേ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്നൊക്കെ പറയുമ്പം ഏയ് നിനക്ക് എന്നെ തോന്നുന്നില്ലേ നീ ഇപ്പൊ കുറച്ച് കൂടുതല് കണ്ണിങ് ആയിട്ട് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ന്യൂവേ നിനക്കത് ഇഷ്ടമല്ലേന്ന് ലോമും. അതിന് ആൻസർ ചെയ്യാണ്ട് നമുക്കിന്ന് നിന്റെ റൂമിലേക്ക് പോവാന്ന് ന്യൂ പറയാണ്. ലോം ഒരുപാട് കുടിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യാന്നും പറയുന്നുണ്ട്. അങ്ങനെ റൂമിൽ വന്നിട്ട് വേറെന്താ റൊമാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂ ആണെങ്കില് ഇനിയിപ്പോ എന്താ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ വിഷമമുള്ളതൊക്കെ പോലെ അഭിനയിക്കാണല്ലോ. ലോമാണെങ്കില് കിസ് ചെയ്യുന്നു. പറയാന്ന് ന്യൂവേ എല്ലാവരുടെയും മുന്നില് ഇപ്പൊ ലോം ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണല്ലോ. വെഡിങ് പ്ലാനർ ആയിട്ടുള്ള ന്യൂയെ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ന്യൂ ആണെങ്കിൽ ലോമിനെ കംഫോർട്ട് ചെയ്യുന്നു. അങ്ങനെ പതിയെ ഇവരമ്മില് ഇഷ്ടത്തിലാവാണ് ബാക്കിയുള്ളവരുടെ കണ്ണില്. അപ്പൊ ഇതാണ് നമ്മുടെ ലോമിന്റെ പ്ലാൻ. അങ്ങനെ ഓരോ കാര്യങ്ങള് രണ്ടുപേരും പരസ്പരം ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോ ലോമ് ചോദിക്കാണ് എന്നാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്ന്. പിന്നെന്താ നേരത്തെ തുടങ്ങി വെച്ചതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ പിന്നെ നമ്മളൊരു 6 മാസം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണുന്നത്. ലോം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം ന്യൂ വന്നിട്ട് എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആണെങ്കിൽ ന്യൂന്റെ കഴുത്തില് പിടിച്ച കിസ് ചെയ്യാണ്. ഉറങ്ങുന്ന പോലെ അഭിനയിക്കല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് ലോമ്. തീരെ അഭിനയിക്കല്ലാന്ന് ന്യൂയ്ക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു വിധത്തിൽ എന്നെ പിടിച്ച് എണീപ്പിച്ചോണ്ട് പോകാൻ നോക്കുമ്പം ഈ അവിടെ എണീക്കുന്നു. ന്യൂയെ പിടിച്ചു വലിച്ചോണ്ട് പോകുമ്പം അവന്റെ കൈ പിടിച്ചു വെച്ചിട്ട് ശരിക്കും നീ എന്നെ ഇപ്പൊ കിസ് ചെയ്യാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ശരി ഓക്കേന്ന് അവനും കിസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ എപ്പോഴത്തെ പോലെ എന്നെ അടുത്തെത്തുമ്പം കളിയാക്കിട്ട് അവിടുന്ന് പോവാണ്. ലോമ അവിടെ എണീക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ന്യൂ ആണെങ്കില് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാണ്. അങ്ങോട്ടേക്ക് വരുന്ന ലോമ് ഞാൻ കുളിച്ചു പല്ലേച്ചു എന്നറിയാണ്. കിസ് വേണമെങ്കിൽ എണീറ്റ് പോയിട്ട് പല്ലിയേക്കാൻ ന്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒന്ന് പറയുന്നത്. കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ന്യൂ ഒരു കിസ് കൊടുത്തിട്ട് സാറ്റിസ്ഫൈ ആയെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കാണ്.
ലോം അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു പാർസൽ കാണുന്നത്. എടുത്ത് നോക്കുമ്പം ഇവന്റെയും മറൈന്റെയും വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെയുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. ലോം ഇപ്പോഴും ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കായോണ്ട് അവന് പോവാൻ പറ്റത്തില്ല. പോരാത്തിന് ന്യൂയേക്കാണെങ്കിൽ ലീവും കിട്ടത്തില്ല. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം, അന്ന് ആദ്യം തന്നെ നമുക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാണ്. അവര് ആ ഒരു വെഡിങ് കോസ്റ്റ്യൂമിൽ കണ്ടിട്ട് ലോമിനാണെങ്കിൽ ഇപ്പൊ മാരേജ് ചെയ്യണം എന്നുള്ള ഒരു തോന്നലങ്ങ് വരികയാണ്. ഇത് പറയുമ്പോ ന്യൂയ ആണെങ്കിൽ ആരെയാ കെട്ടണ്ടേന്ന് ചോദിക്കുന്നു. പിന്നെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോവാണ്. ന്യൂയ പറയുന്നു ഞാൻ ആദ്യം പ്രപ്പോസ് ചെയ്യൂന്ന്. ഇല്ല പറ്റില്ല, ഞാനാ പ്രപ്പോസ് ചെയ്യാന്ന് ലോമും. അങ്ങനെ നമ്മുടെ പയ്യന്മാരെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരിഞ്ഞ സ്മെല്ല് വരുന്നത്. അടുപ്പത്ത് വെച്ച സാധനം നോക്കാണ്ട് ഇങ്ങനെ റൊമാൻസ് ചെയ്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണും. അടുത്ത സൈഡില് നമ്മുടെ ലോമ് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് പുറത്തേക്ക് വന്നിക്കാണ്. അപ്പൊ അവന്റെ അമ്മ വന്നിട്ട് എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്നു. ന്യൂയനെ കാണാനാണ് എന്ന് ലോമ്. നീ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണുന്നുണ്ടല്ലോ എന്ന് അമ്മ കുറച്ച് സംശയത്തോടെ ചോദിക്കുമ്പം ഞാൻ അവന്റെ കൂടെ ഉള്ളപ്പം ഹാപ്പിയാണ് എന്ന് ലോമ്. എന്താ തടയാൻ പോവാണോന്ന് ചോദിക്കുമ്പം അല്ലല്ല, നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എനിക്ക് സന്തോഷാണ്. എന്തൊക്കെ തന്നെയാലും നീ ഇവേനെ പോലെ ഒളിച്ചോടരുത് എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് എന്ന് ലോമ്. നിനക്കറിയില്ലേ, നിന്നെ നഷ്ടപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്നമ്മ പറയുമ്പം ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്കും അങ്ങനെ ഒളിച്ചോടി പോകത്തില്ല എന്ന് ലോമൻ പറയുന്നു. ചില കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എന്നെ കൊണ്ടത് പറ്റും എന്നുള്ള രീതിക്ക് അമ്മ പറയാണ്. കൂടെ തന്നെ ശരി നീ ചെല്ല്, ന്യൂയനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിക്കണ്ടെന്നും കൂടെ പറയാണ്. അതിന്റെ അർത്ഥം എന്താ, ന്യൂയന്റെ കാര്യത്തില് അമ്മ ഓക്കെ പറഞ്ഞു എന്നല്ലേ? അതെ. ഇവിടെ ന്യൂയ അവന്റെ വർക്ക് കഴിഞ്ഞ് പോവാണെന്ന് പറയുമ്പം അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കൊളീഗ് എടാ നിനക്കൊന്ന് ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ബോധം പോലും ഇല്ലേ? ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയപ്പോഴേക്കും നമ്മളെയൊക്കെ ഒഴിവാക്കുവാണല്ലേ? ശരി ഓക്കെ എന്നുള്ള രീതിക്ക് അവൻ പറയുമ്പം ഇന്നലെ രാത്രി 3 മണി വരെ ഞാൻ ഇവിടെ കുത്തിയെന്ന് പണിയെടുക്കുമായിരുന്നു, എന്നിട്ട് മോ വന്ന് ഹെൽപ്പ് ചെയ്തുവെന്ന് ന്യൂയെ തിരിച്ചു ചോദിക്കാണ്. അങ്ങനെ ഇവരുടെ കോൺവെർസേഷൻ തുടർന്നു പോകുന്നുണ്ട്. സഹിക്കാൻ പറ്റാണ്ട് ഇമ്മ ആണെങ്കിൽ എടാ രണ്ടൊന്ന് നിർത്തോ, നീ പോവാണെന്നല്ലേ അറിഞ്ഞ്, പോവാണെങ്കിൽ പോന്ന് ഇമ്മ പറയാണ്. ലോമ കഴിഞ്ഞ പ്രാവശ്യം ന്യൂയയ്ക്ക് ഒരു ഫ്ലവർ ബൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തായിരുന്നു, സർപ്രൈസിംഗ് ആയിട്ട്. അതിനെ കുറിച്ചൊക്കെ അവൻ ഇമ്മിന്റെ അടുത്ത് പറയാണ്. ഇമ്മാണെങ്കിൽ ഭയങ്കര ആരവത്തില് കേട്ടോണ്ടിരിക്കാണ്. രണ്ടുപേരും കൂടെ വർക്കൊക്കെ മാറ്റി വെച്ച് മാറിയെന്ന് ഭയങ്കരമായിട്ട് ഗോസിപ്പ് പറയുന്നതാണെന്നാ. ജോമാണെങ്കിൽ ഇവിടെ ഒരുത്തനും നോർമലല്ല, വർക്കിനെ കാട്ടും ഗോസിപ്പിനാണ് മൊത്തം എനർജിയും കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവന്റെ പാട്ടിനും പോന്നു. ഇവരാണെങ്കിൽ ഗോസിപ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ലോമ ന്യൂയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ന്യൂയെ പുറകെ കൂടെ വന്ന് ഹഗ് ചെയ്യുന്നു. ലോമ സർപ്രൈസ്ഡ് ആവാത്തതിന് അവനാണെങ്കിൽ വിഷമം. എന്താ സർപ്രൈസിങ് ആവുന്നാലേ അഭിനയിക്കണോന്ന് ലോമും. വേണ്ടെന്ന് ന്യൂയെ. ലോമ അവിടെ നിന്ന് ഭയങ്കര കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു കൊല്ലം മുന്നേ ഇവന്റെയും മാരേജ് നടക്കേണ്ടതായിരുന്നല്ലോ, അതിനെ കുറിച്ചാണ്. അതിന്ന് നേരെ ലോമിന്റെയും ന്യൂയന്റെയും മാരേജിലേക്ക് എത്തി നിൽക്കുവാണ്. അതിനാദ്യം ലോമിന്റെ അമ്മേന്റെ പെർമിഷൻ ആണ് വേണ്ടത് എന്ന് ന്യൂയ പറയുമ്പം അതൊക്കെ ഓൾറെഡി തന്നെ കിട്ടിയെന്ന് ലോമിന്റെ സംശയമാണെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാരേജ് ചെയ്താലോ എന്ന് ചോദിക്കണോ അതോ നീ എന്നെ മാരേജ് ചെയ്യാൻ സമ്മതാണോ എന്ന് ചോദിക്കണോ എന്നുള്ളതാണ്. പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഓക്കെ പറയണോ അതോ ആദ്യം കരയണോ എന്നാണ് ന്യൂയെ ചോദിക്കുന്നത്. ശരി എന്നാ പിന്നെ രണ്ടുപേരും അവരുടേതായ കാര്യങ്ങള് സ്വയം ചിന്തിക്കാന്ന് പറഞ്ഞ് ലോമ കൈ നീട്ടുന്നു. ന്യൂയും കൈ കൊടുക്കുന്നുണ്ട്. ന്യൂയന്റെ കയ്യിലേക്ക് ലോമ കിസ് ചെയ്യാണ്. രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു സീരീസിന്റെ തുടക്കത്തില് ന്യൂയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെഡിങ്ങില് ഫ്ലവേഴ്സ്, സ്പെഷ്യൽ ആയിട്ട് ഫുഡ്, ഫ്രണ്ട്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിലും ഇമ്പോർട്ടന്റ് ആണ് ബ്രൈഡും ഗ്രൂമും എന്ന്. ഇപ്പൊ അതിന്റെ കൂടെ തന്നെ പറയാണ് ഗ്രൂമോ അല്ലെങ്കിൽ ബ്രൈഡും ആവാം എന്ന്. ലവ് എന്ന് പറയുന്നത് രണ്ട് ജെൻഡർ തമ്മിലല്ല, രണ്ട് ഹൃദയങ്ങൾ തമ്മിലാണ്, രണ്ട് പേഴ്സൺസ് തമ്മിലാണ് എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ പയ്യന്മാരെ മാത്രമല്ല ഇവേനെയും മറയിനെയും മാറി മാറി കാണിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ആരാണ്? ഒരു കുട്ടി വെഡിങ് പ്ലാനറാണ്. പക്ഷെ ഈ ഒരു ഗ്രൂമിന്റെ ഹൃദയം ജയിക്കാൻ എനിക്ക് പറ്റിയെന്ന് ന്യൂയ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് അവസാനിക്കാണ്. പക്ഷെ ഒരു കുട്ടി എപ്പിലോഗും കൂടി ഉണ്ട്. ന്യൂയയ്ക്ക് സർപ്രൈസിംഗ് ആയിട്ട് ലോമ് ബൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ സീനാണ്. ഒരു ഡെലിവറി മാൻ ഇവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് തന്നെയാണോ എന്ന് ന്യൂയെ. അങ്ങനെ അത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ലോമാണ് കൊടുത്തിന്ന്. അതിലെ നോട്ടില് 3 വേർഡ്സ് എന്ന് പറഞ്ഞ് ഐ ലവ് യു എന്ന ലോം എഴുതിയിട്ടുണ്ട്.
ഇതും കണ്ട് ഇന്നുവേ ലോമിനെ കോൾ ചെയ്യാണ്. ഇങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ സീരീസ് കഴിയാണ്. കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു സ്പെഷ്യൽ എപ്പിസോഡും കൂടി ഉണ്ട്.